നമസ്കാരം. മതത്തിന്റെ പേര് പറഞ്ഞ് 26ഓളം വരുന്ന സാധാരണക്കാരെയാണ് കൊന്നത്. നിരായുധരായിരുന്ന നിരപരാധികളെയാണ് കൊന്നത്. ഭീകരവാദികൾക്ക് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ട വ്യക്തമാണ്. ഒരു ഹിന്ദു മുസ്ലിം കലാപമായിരുന്നു അവർ സ്വപ്നം കണ്ടത്. അതിനുവേണ്ടിയായിരുന്നു അവർ 26 നിരപരാധികളെ കൊന്നത്. എന്നാൽ അത് പലരും ഇവിടെ പൊളിച്ചടക്കി എന്നുള്ളതാണ്. അവരുടെ ആ ലക്ഷ്യം അത് നടക്കാൻ പോകുന്നില്ല എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം മേജർ രവി കുറച്ചു സമയത്തേക്ക് അദ്ദേഹം ഒരു പട്ടാളക്കാരനായി മാറി. ഞാൻ അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും പ്രതികരണങ്ങളും പിന്നീട് വിവാദമാകാറുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിനെതിരെ ട്രോളുകൾ ഉണ്ടാകാറുണ്ട്. മേജർ രവി ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. ഇവിടെ ചില ആളുകളൊക്കെ മുസ്ലിങ്ങളൊക്കെ ജിഹാദികളാണ്, അവരെയൊക്കെ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കണം എന്ന് പറഞ്ഞ് വിഷം തുപ്പുമ്പോഴാണ് മേജർ രവി ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ കാര്യത്തെ അംഗീകരിക്കണം, അഭിനന്ദിച്ചേ മതിയാകൂ. എന്തായാലും മേജർ രവി പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ട് കാണും. ഭീകരവാദികൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഹിന്ദു മുസ്ലിം കലാപം. അതിലൂടെ മാത്രമേ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയൂ, ഈ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ കഴിയൂ. അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനുവേണ്ടിയാണ് അവർ പണിയെടുത്തത്. എന്തായാലും ആ ശ്രമങ്ങളെ പലരും ഇപ്പോൾ പൊളിച്ചെടുക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പേര് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ധീരനായ ആ രക്തസാക്ഷിയുടെ പേര് തന്നെയാണ്. തന്നോടൊപ്പം ഇവിടെ യാത്ര ചെയ്തിരുന്ന വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾ, അവരെ വകവരുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഭീകരവാദികൾ ശ്രമിച്ചത്. ആദിൽ ഹുസൈൻ ഷാ മുസ്ലിം ആയതുകൊണ്ട് ആദിൽ ഹുസൈൻ ഷായെ വെറുതെ വിട്ടു. അവരുടെ പരിശോധനയിൽ അദ്ദേഹം മുസ്ലിമാണെന്ന് മനസ്സിലായി. പ്രായമായ ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ അടങ്ങുന്ന കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ആദിൽ ഹുസൈൻ ഷാ. ആ ആദിൽ ഹുസൈൻ ഷാ മുസ്ലിം ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭീകരവാദികൾ വെറുതെ വിട്ട് അദ്ദേഹത്തോടൊപ്പം കുതിരസവാരി നടത്തിയിരുന്ന വിനോദസഞ്ചാരികളെ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചു. അവർക്കെതിരെ തോക്ക് തിരിച്ചപ്പോൾ ആ തോക്ക് ആദിൽ ഹുസൈൻ ഷാ തട്ടിക്കളയുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. ഭീകരവാദികളെ നേരിട്ടു, തോക്ക് തട്ടിത്തെറിപ്പിച്ചു. ഒരു ഭീകരവാദിയെ ആദിൽ ഹുസൈൻ ഷാ കീഴ്പ്പെടുത്തി എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അപ്പുറത്ത് മാറി നിന്നിരുന്ന മറ്റൊരു ഭീകരൻ ആദിൽ ഹുസൈൻ ഷായെ വെടിവെച്ചു കൊന്നു. ആദിൽ ഹുസൈൻ ഷാക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവനല്ല നോക്കിയത്. തന്നോടൊപ്പമുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മരണം വരെ അദ്ദേഹം ചോദിച്ചു വാങ്ങി. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ, അവരെ സഹായിക്കുക, അവരെ രക്ഷപ്പെടുത്തുക എന്ന ആ ഒരു ചിന്ത മനുഷ്യന് അവസാന സമയം പോലും ഉണ്ടായിരുന്നു. ആ ഒരു ആദിൽ ഹുസൈൻ ഷാ ഭീകരവാദികളുടെ ആ സ്വപ്നത്തെയാണ് തകർത്ത് കളഞ്ഞത്. അവരുടെ ആ ഒരു അജണ്ടയാണ് പൊളിച്ചു കളഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരെ അധിക്ഷേപം ചൊരിയുന്ന ആളുകൾ ഇതിനെ കൈകാര്യം ചെയ്യുമായിരുന്നു. അവിടെ വിലങ്ങുതടിയായത്, ഭീകരവാദികൾക്ക് തിരിച്ചടിയായത് ആദിൽ ഹുസൈൻ ഷായെ പോലുള്ള ധീരനായ ഒരു രക്തസാക്ഷിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മറ്റൊരു ഭാഗത്ത് മാധ്യമങ്ങളിൽ ഇപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുന്ന ആരതി രാമചന്ദ്രൻ, കൊച്ചിയിലെ എടപ്പള്ളിയിലാണ് രാമചന്ദ്രന്റെ വീട്. രാമചന്ദ്രനെ അവിടെ ഭീകരവാദികൾ വെടിവെച്ചു കൊന്നതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മകൾ, അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങ് കഴിഞ്ഞു കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മരണാനന്തര ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ പിതാവിന്റെ ആ ഒരു വിയോഗവുമായി ബന്ധപ്പെട്ട്, അതും ഒരു ഭീകരവാദി ആക്രമണം, ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് നടന്ന ഒരു അറ്റാക്ക്, അതിന്റെ ഒരു ആഘാതം വളരെ വലുതാണ്. അതിൽ വിഷമിച്ചിരിക്കുന്ന ആ ഒരു കുടുംബം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾ, ആ ഒരു വേദനയൊക്കെ മാറുന്നതിന് മുമ്പ്, അത് മറക്കുന്നതിന് മുമ്പ്, മുറിവുടങ്ങുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഈ ലോകത്തോട് തുറന്നു പറഞ്ഞു. ആരതിയെയും നമുക്ക് അംഗീകരിച്ചേ മതിയാകൂ. കാരണം ആരതി വളരെ ശക്തമായ ഒരു ഇടപെടലാണ് നടത്തിയത്. മുസാഫിർ സമീർ എന്ന് പറയുന്ന 2 സഹോദരങ്ങളെ കുറിച്ച് ആരതി പറഞ്ഞു. കാശ്മീരിൽ നിന്നും അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞു. പിതാവിന്റെ മൃതദേഹം മോർച്ചറിയിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും സഹായിക്കാൻ ഒപ്പം നിന്നിരുന്ന മുസാഫിറിനെയും സമീറിനെയും അവർക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. പലരും ഇവിടെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് അവർക്കുണ്ടായ അനുഭവങ്ങൾ എന്ന കാര്യം ആരതി തുറന്നു പറയാൻ തയ്യാറായത്. ഓർക്കണം, അവരുടെ പിതാവാണ് മരണപ്പെട്ടത്. മരണപ്പെട്ട മരണാനന്തര ചടങ്ങുകൾ ഒരുപക്ഷെ കഴിഞ്ഞ ഉടൻ തന്നെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അത് അവരുടെ കടമയാണ് എന്നവർ മനസ്സിലാക്കി. ഇത്തരത്തിലുള്ള മനസ്സുള്ള ആളുകൾ ഇവിടെ ഭീകരവാദികളുടെയും അവരുടെ അതേ ഉദ്ദേശം വെച്ചു പുലർത്തുന്ന അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില ആളുകളുടെയും ഒക്കെ സ്വപ്നങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്.
അത്തരത്തിൽ ശക്തമായ തിരിച്ചടികൾ നൽകിയിട്ടുള്ള ആദിൽ ഹുസൈൻ ഷായെ പോലുള്ള ധീരനായ രക്തസാക്ഷിയായിട്ടുള്ള രാമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ മകൾ ആരതി, അത്തരത്തിലൊരു മകൾക്ക് ജന്മം കൊടുത്ത് ആ മകളെ ഇവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് രാമചന്ദ്രൻ പോയത്. തീർച്ചയായും അത്തരത്തിലുള്ള ആളുകൾ വലിയൊരു ഇടപെടലാണ് നടത്തിയത്. അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് വാർത്തകൾ പ്രചരിക്കുമായിരുന്നു. സത്യം പറയാൻ ചില ആളുകളൊക്കെ ബാക്കിയുണ്ടായി. ചില ആളുകളൊക്കെ അവർ അവസാന ഘട്ടത്തിൽ നടത്തിയ നീക്കങ്ങൾ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. തീർച്ചയായും ഇവിടെ ആരതി രാമചന്ദ്രന് ഞാൻ എല്ലാവിധ നന്മകളും നേരുകയാണ്.